നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വടകരയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ നേരിടേണ്ടി വന്നത് വലിയ രീതിയിലുള്ള വ്യക്തി അധിക്ഷേപം എന്നാണ് LDF സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചർ പറയുന്നത്. പലതവണ അവഗണിച്ചു വിട്ടെങ്കിലും വീണ്ടും തനിക്കെതിരെയുള്ള അധിക്ഷേപം തുടരുന്നുവെന്നും കാന്തപുരം മുസ്ലിയാരുടെ പേരിലടക്കം വ്യാജ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചത് പൊതുപ്രവർത്തനങ്ങൾക്ക് ചേർന്ന രീതിയല്ലെന്നും ശൈലജ ടീച്ചർ വിമർശിച്ചു. എല്ലാ കാര്യങ്ങളും ജനത്തിനറിയാമെന്നും അവർ പ്രതികരിക്കട്ടെ എന്നും അവർ വ്യക്തമാക്കി. തുടക്കത്തിൽ എല്ലാ അധിക്ഷേപങ്ങളും കണ്ടില്ലെന്ന് നടിച്ചാണ് മുന്നോട്ട് പോയത്. എന്നാൽ അതുകൊണ്ടൊന്നും നിർത്താതെ വന്നപ്പോഴാണ് പ്രതികരിച്ചത്. തന്നെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ബൊമ്മമ്മ എന്ന് വിളിച്ചതടക്കമുള്ള വ്യാജ സന്ദേശങ്ങൾ വ്യാപകമായി പ്രചരിക്കപ്പെട്ടു. അദ്ദേഹം അത്തരത്തിലുള്ള പരാമർശം നടത്തില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നു. എങ്കിൽ തന്നെയും നേരിട്ട് വിളിച്ച് അന്വേഷിച്ചപ്പോൾ ഇത് തീർത്തും കെട്ടിച്ചമച്ച സന്ദേശമാണെന്ന് മറുപടിയാണെന്ന് ലഭിച്ചതെന്ന് KK ശൈലജ പറയുകയുണ്ടായി. ജനം എല്ലാം തിരിച്ചറിയുന്നുണ്ട്. വടകരയിലെ UDF സ്ഥാനാർത്ഥിയായാലും മറ്റേത് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായാലും ചെയ്തത് തെറ്റാണെങ്കിൽ അത് തുറന്നു പറയണമെന്നും KK ശൈലജ പറഞ്ഞു. വടകരയിൽ BJPയുമായി ധാരണയ്ക്ക് UDF ശ്രമം നടന്നിട്ടുണ്ട്. അത് എത്രമാത്രം ഫലവത്തായി എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല. വടകരയിലടക്കം കേരളത്തിൽ 12ലധികം സീറ്റുകളിൽ LDF വിജയിക്കുമെന്നും ശൈലജ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു.